എന്താണ് ആനകളൊക്കെ കാണാനായിട്ട് നിൽക്കുകയാണോ? എന്താ രാമൻ വരും എന്നുള്ളൊരു കാത്തിരിപ്പുണ്ടോ? അതായത് രാമനെ കാണാനാണോ അത് എല്ലാ ആനകളെയും കാണാനായിട്ട് എത്തിയതാണ്? എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടോ? ഈ ഇത്തവണ എങ്ങനെയാ പൂരത്തിന്റെ ഒരു ആനകളുടെ ഒരു ആനകളൊക്കെ കൂടുതൽ നിരീക്ഷിക്കാറുള്ള ആളാണ്? എങ്ങനെയുണ്ട് ഇത്തവണത്തെ ആനകളൊക്കെ? സൂപ്പറാണോ? ചേട്ടാ എങ്ങനെയുണ്ട് ഇത്തവണത്തെ ആനകളൊക്കെ? എങ്ങനെയുണ്ട്? ആനകളൊക്കെ എല്ലാം വലിയ ആനകളാണ്. രാമൻ വരും എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ആളുകളെല്ലാം തന്നെ കാത്തിരിപ്പുണ്ട്. നിരവധി ആനകൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ കണ്ടില്ലേ ആനകളുടെ അടുത്തേക്ക് ആളുകൾ കയറാതിരിക്കുന്നതിനും തിക്കിലും തിരക്കിലും ആനകളുടെ അടുത്തേക്ക് എത്തിയാൻ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതിനാണ് ഇത്തരത്തിൽ ബാരിക്കേഡുകളൊക്കെ വെച്ച് കൃത്യമായി. ഈ ആനകളും മേളക്കാരും തമ്മിലുള്ള ഒരു ദൂരത്തെ കുറിച്ചൊക്കെ ആദ്യം ചെറിയ ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. അതെങ്ങനെയാ ഇപ്പൊ എന്താ അതിന്റെ ഒരു നിജസ്ഥിതി എങ്ങനെയാ? അതായത് 50 മീറ്റർ എന്നൊക്കെയാണ് നേരത്തെ ആദ്യം വന്ന ഒരു സർക്കുലറിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാം 50 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ തീർത്തും പ്രായോഗിക അല്ലാത്തൊരു കാര്യമാണ്. കാരണം തെക്കോട്ടിറക്കം അവിടെ നടക്കുന്ന സമയത്ത് ഈ മേളമൊക്കെ അങ്ങനെ നടക്കുകയാണെങ്കിൽ പിന്നെ സ്വരാജ് റൗണ്ടിൽ നടത്തേണ്ടി വരും എന്നുള്ളതാണ് ദേവസ്വങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പം അത് 6 മീറ്റർ ആക്കി ചുരുക്കി എന്ന് പറയുമ്പോൾ വളരെ അതിലൊരു മാറ്റം വന്നു എന്നുള്ളതാണ്. 5 മീറ്റർ 6 മീറ്റർ ഒക്കെ എന്ന് പറയുന്നത് വളരെ ഒരു ഈ മേളം ആസ്വാദകരെയും പൂരം ആസ്വാദകരെയും സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ ഒരു അനുകൂലമായൊരു കാര്യമാണ്. ചേട്ടാ എങ്ങനെയുണ്ട് ഇത്തവണത്തെ പൂരം? എങ്ങനെയുണ്ട് ഇപ്രാവശ്യം പോരുന്ന പറയേണ്ട കാര്യമില്ല, ഈ മൈക്കിടെ വന്നാൽ മതി, ബാക്കി ഞങ്ങൾ പറഞ്ഞോണ്ട്. എന്തായാലും ഇത്ര ദൂരമായിരുന്നു തന്നു കഴിഞ്ഞാൽ ചേട്ടൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോയല്ലോ. ഈ രാമൻ ഇപ്പൊ വരുന്ന പറഞ്ഞത് വരുന്നുണ്ടാ പിന്നെ പൊളിയല്ലേ, പിന്നെ നോക്കണ്ടല്ല. പിന്നെ ഈ ഇതല്ലല്ലേ ചേട്ടാ ഇവിടെ ഉള്ളത്. അപ്പോൾ ഏതായാലും ആനകളുടെ പരിശോധന അല്പസമയത്തിന് തന്നെ ആരംഭിക്കും. ഏതായാലും ആനകളൊക്കെ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ചെറുപൂരങ്ങൾക്ക് കൊടുക്കേണ്ട ആനകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ഏകഛത്രാധിപതി, രാമരാജൻ, രാമരാജാവ് എന്നൊക്കെ ഫാൻസ് വിശേഷിപ്പിക്കുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അല്പസമയത്തിന് തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. അതിനുശേഷം ഇപ്പോൾ നിലവിൽ ഗിരിദാസ് ഡോക്ടറെ വിവരമനുസരിച്ച്, അദ്ദേഹം നൽകുന്ന വിവരമനുസരിച്ച് ആന ഏതാണ്ട് ഫിറ്റാണ്. ഈ ഹൈക്കോടതിയുടെ ഉൾപ്പെടെ അമിക്കസ് ക്യൂറിയുടെ ഉൾപ്പെടെ പരിശോധന പൂർത്തിയായാൽ, വെറ്റിനറി ഡോക്ടർമാരുടെ പരിശോധന പൂർത്തിയായാൽ നാളെ രാമരാജാവ് വടക്കുന്നാഥനിൽ ഇറങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മാധു.